സെറ്റാക്കി. ഞാൻ വരുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ സമീപ പ്രദേശമായ ശ്രീനാരായണപുരം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ തുടങ്ങാണ്. ഇത് മുസ്രീസ് ഹെറിറ്റേജ് പ്രൊജക്റ്റിൻ്റെ കീഴിലുള്ള ഒരു മ്യൂസിയമാണ്. ചരിത്ര മ്യൂസിയമായിട്ട് 2014 നമ്മൾ പബ്ലിക്കിന് ഹാൻഡ് ഓവർ ചെയ്തത്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജൂതപ്പള്ളിയാണ്. പറവൂർ സിനഗോഗ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. ഒത്തുചേരാനുള്ള സ്ഥലം എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ വന്ന് ടിക്കറ്റ് എടുത്ത് നിന്ന ഭാഗം പണ്ടത്തെ കേരള ആർക്കിടെക്ചർ സ്റ്റൈലിൽ പണിതിട്ടുള്ള പടിപ്പുരം ഗേറ്റ് ഹൗസാണ്. മുഗൾ ഭാഗം ആ കാലത്ത് റിലീജിയസ് സ്റ്റഡി സെൻ്ററായിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ അത് സ്റ്റാഫ് റൂമായിട്ട് ഉപയോഗിക്കുന്നു. ഈ പള്ളി നിലനിൽക്കുന്നത് പറവൂർ ടൗണിൻ്റെ നടുവിലാണ്. അതായത് ഫ്രണ്ട് റോഡ് ആ കാലഘട്ടത്തിൽ ജൂത തെരുവായിരുന്നു. ഇതിന് ചുറ്റും ഇവിടെ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ജൂതന്മാരുടെ ഭവനങ്ങൾ. ഇപ്പോൾ അത് മറ്റുള്ള ആളുകളാണ് താമസിക്കുന്നത്. വരുമ്പോൾ തന്നെ 2 പില്ലർ കണ്ടിട്ടുണ്ടായിരിക്കും ഫ്രണ്ടിൽ. അത് ഇവർക്ക് വെള്ളിയാഴ്ച അസ്തമയം മുതൽ ശനിയാഴ്ച അസ്തമയം വരെ ശാബത്ത് വരുമ്പോൾ അത് ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുന്നു. പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് പ്രാർത്ഥനാമുറിയിലേക്ക് മെയിൻ എൻട്രൻസിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. മെയിനായിട്ടുള്ള അവർക്കായിട്ടുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർവേയാണ് കാണുന്നത്. ഇതിലൂടെയാണ് അവർ മുകളിലേക്ക് വരാം. മുകളിലാണ് കേരള വാസ്തു അനുസരിച്ച് വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറുകൾ. ഫസ്റ്റ് സിനഗോഗ് ഇവിടുത്തെ ഫസ്റ്റ് സിനഗോഗ് 1164 ആണ്. 1163. വ്യാപാരം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ജൂതരെല്ലാവരുടെ ആധികാരിക സ്ഥാനൂരിലെ മർസാപ്പർ യേശോ എന്ന് പറയുന്ന ക്രിസ്ത്യൻ വ്യാപാരിക്ക് ഭൂമി നൽകിയതാണ്. അപ്പോൾ ഇതിൽ 25 പേര് ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ 4 ജൂതര് അവരുടെ ലാംഗ്വേജായ ഹീബ്രുവിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇതാണ് ഇത് കുഫിക് സ്ക്രിപ്റ്റ്, മുസ്ലിംസിന്റെ സ്ക്രിപ്റ്റാണ്. ഇത് പഹ്ലവി സ്ക്രിപ്റ്റ്. ഒരു വീഡിയോ ഉണ്ട്, 5 മിനിറ്റാണ്. കാണാൻ ടൈമുണ്ടോ? ഇരിക്കാം, ആ സൈഡിലൊക്കെ ഇരിക്കാം. ബുദ്ധിമുട്ടില്ലാത്തവർക്ക് താഴെ ഇരിക്കാം. വിവിധങ്ങളായ ജൂത പാരമ്പര്യങ്ങളുടെ പ്രമേയം ഒരുമിച്ച് ചേരലാണ് മറ്റൊരു ഘടകമെന്നും പറയപ്പെടുന്നു. കേരളത്തിൽ ജൂത പഴമ പുരാണങ്ങളിലെ സോളമൻ ചക്രവർത്തിയുടെ കാലത്തേക്ക് നീളുന്നതാണെന്ന് കരുതുന്നു. ഒരു വാണിജ്യ കേന്ദ്രം എന്ന നിലയിൽ മുജിനിയുടെ അഥവാ മുസ്ലിംസിന്റെ ഖ്യാതിയാണ് ജൂതരെ ഇവിടേക്ക് ആകർഷിച്ചത്. അവർ മുജിനി പട്ടണത്തെ
ഫസ്റ്റ് സിനഗോഗിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത്.